8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. നാടുകാണി ചുരംപാതയിലെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ നടപടിയുമായി വനം വകുപ്പ്. വഴിക്കടവ് ആനമറി മുതൽ സംസ്ഥാന അതിർത്തി വരെയുള്ള 11 കിലോമീറ്ററുകൾക്കുള്ളിലെ ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തുന്നത് തടയാനാണ് നടപടി ശക്തമാക്കുന്നത്. ക്ലീൻ ചുരം എന്ന പേരിൽ 2 ദിവസ പരിപാടിയാണ് വനം വകുപ്പ് നടപ്പിലാക്കുന്നത്. ചുരംപാതയുടെ വശങ്ങളിൽ നിർത്തിയിട്ട് ദീർഘദൂര ചരക്ക് വാഹനങ്ങൾ കഴുകുന്നതും കുളിക്കുകയും ചെയ്യുന്നത് വഴി ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനുമെതിരെ ആദ്യഘട്ടമെന്ന നിലക്ക് കർശന മുന്നറിയിപ്പ് നൽകുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ഈ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നാണ് തീരുമാനം. മലയാളത്തിനു പുറമെ തമിഴ്, കന്നഡ ഭാഷകളിലായിരിക്കും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക. തുടർന്നും നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനം. ഞായറാഴ്ച മുതൽ ചുരം മേഖലയിൽ പട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തു. നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ധനേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷെരീഫ് പനോലൻ, നെല്ലിക്കുത്ത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഇൻചാർജ് ടി ജനാർദ്ദനൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KR രാജേഷ്, ജയകുമാർ, വിഷ്ണു, വിലാസിനി, മറ്റു വാച്ചർമാർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എടക്കര.